ഒക്കെ അറിയാം. എല്ലാം തികഞ്ഞവനല്ല, ഒരിക്കലുമല്ല. അതിനൊന്നും ആയിട്ടില്ല, അങ്ങനെ ആകണമെന്ന് ആഗ്രഹമില്ല. എന്താടാ നീ എന്ത് മെക്കാനിക്കാടാ ഊളെ? ഹായ് സുഹൃത്തുക്കളെ, AR ഓട്ടോമൊബൈൽസിൽ നിന്നും AR സിയാദാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് കൂട്ട് തന്നെ ഒരു ബുള്ളറ്റിന്റെ വീഡിയോ ഇട്ടിരുന്നു. ബുള്ളറ്റിന്റെ ഹൈഡ്രോളിക് ടാപ്പറ്റിന്റെ സൗണ്ടും ആയിട്ട്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് വാഹനം ഓടിച്ച് കുറച്ച് ദൂരം പോയതിനു ശേഷമാണ് സൗണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ആദ്യം തന്നെ വണ്ടി വന്നപ്പോഴും നമുക്ക് കംപ്ലൈന്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, മെക്കാനിക്കിന് കേട്ടോ അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് ഞാൻ ആ വീഡിയോ, ആ വണ്ടി വന്ന ഉടനെ വാഹനം ഒന്ന് ഓടിച്ചു നോക്കുന്നതൊക്കെ ആയിട്ടൊരു വീഡിയോ അങ്ങ് എടുത്ത് വന്നതിന് ശേഷമുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ ഒഴിച്ച് കാണിച്ചു. അപ്പം നമുക്ക് കുറച്ച് മെക്കാനിക് സുഹൃത്തുക്കൾ, അതായത് വലിയ നോളജുള്ള കുറേ മെക്കാനിക്കുകൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, അതായത് എന്താണ് ഇത്രയും ദൂരം ഒന്നും ഓടിച്ചു നോക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം ബ്രോ, ഞാനും കുറച്ച് നാളായി, ഏകദേശം 10-26 വർഷത്തോളമായി മെക്കാനിക് ഫീൽഡിലോട്ട് വന്നിട്ട്. അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാം തികഞ്ഞവനല്ല, ഒരിക്കലുമല്ല. അതിനൊന്നും ആയിട്ടില്ല, അങ്ങനെ ആകണമെന്ന് ആഗ്രഹമില്ല. അപ്പം നമ്മൾ എന്താടാ നീ എന്ത് മെക്കാനിക്കാടാ ഊളെ, 7 കിലോമീറ്റർ ഓടിച്ചു നോക്കിയതിന് ശേഷമാണോ? ആ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ കൂടുതലും മെക്കാനിക്കുകളാണ്, നീ എവിടുത്തെ മെക്കാനിക്കാടാ ഏതായെന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനവും അതേ അവസ്ഥയിൽ തന്നെയാണ് വന്നത്. ഈ വാഹനം നമ്മുടെ ഒരു കസ്റ്റമർ തന്നെയാണ്. നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷമാണ് കസ്റ്റമർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ വണ്ടി ഈ ആഴ്ച അദ്ദേഹത്തിന് ഒരു ട്രിപ്പ് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതാണ്. ഓൾറെഡി നമുക്ക് ടൈമില്ല, എന്നിട്ട് നമ്മൾ പുള്ളി നിർബന്ധിച്ച് നമുക്ക് ഈ വർക്ക് ഇന്ന് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഷോപ്പിലെത്തിയാണ്. അപ്പോൾ എല്ലാ മെക്കാനിക്കുകളും, നിങ്ങൾ ഇത്രയും കഴിവുള്ളവരൊന്നും ഒരിക്കലും ഒളിഞ്ഞിരിക്കരുതും കേട്ടോ. നിങ്ങൾ രംഗത്തേക്ക് വരണം. നിങ്ങളെല്ലാം തികഞ്ഞ മെക്കാനിക്കുകളൊന്നും നമ്മുടെ നാടിന് ആവശ്യമാണ്, നിങ്ങളെപ്പോലുള്ളവരാ. അതായത് ഞാൻ വർക്കില്ലാത്തൊരു വർക്ക്ഷോപ്പല്ല കേട്ടോ ഭായി. എനിക്ക് മാന്യമായിട്ടുള്ള വർക്ക് ഈ വീഡിയോ ഇട്ട് ഞാൻ ഈ അടുത്ത കാലത്താണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. വീഡിയോ ഇടുന്നതിന് മുമ്പേ എൻ്റെ ഷോപ്പിൽ ഞാൻ വെറും ഒരു സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ചെറിയ ഒരു സ്പെയർ പാർട്സ് കൗണ്ടറുമായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇന്ന് ഏകദേശം 10-12 സ്റ്റാഫിന് ജോലി കൊടുക്കുന്നുണ്ട്. ഏകദേശം എൻ്റെ ഷോപ്പിൽ ഒരു ദിവസം ഒരു 10-20 വണ്ടി 25 വണ്ടി ഒരു ഷോപ്പിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കൂടുതൽ ഗ്രോത്ത് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ സത്യസന്ധമായും ജെന്യൂൻ പാർട്സുകളും മാക്സിമം പെട്ടെന്ന് സ്പീഡപ്പായിട്ട് സർവീസുകളും കൊടുക്കുന്നതുകൊണ്ടാണ് ചെയ്തത്. ഞാൻ ചെയ്യുന്ന വർക്കുകളും, ഞാൻ വീഡിയോ ഇടുന്നെന്നും പറഞ്ഞ് സുഹൃത്തുക്കളെ തെറ്റിദ്ധരിക്കരുതും. ഞാൻ ചെയ്യുന്ന വർക്കുകൾ മാത്രമാണ് പെർഫെക്റ്റ്, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ നാട്ടിൽ നല്ല മെക്കാനിക്കുകളൊക്കെ കാണും. നമ്മളിൽ വിശ്വാസമുള്ളവർ നമ്മുടെ അടുക്കലോട്ട് കൊണ്ടുവരിക. എന്നെ ഒരാൾ മാത്രം പോരല്ലോ ഈ നാട്ടിൽ മെക്കാനിക്ക്, ഒരുപാട് മെക്കാനിക്ക് വേണം. എനിക്ക് ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ കംപ്ലൈന്റ് വരാറുണ്ട്, റിട്ടേൺ കംപ്ലൈന്റ് വരാറുണ്ട്. ഞാൻ ചെയ്ത വർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ അടുത്ത സമയത്തൊക്കെ ചെയ്തു കൊടുത്ത വർക്കുകൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാറുമുണ്ട്, നീതി പുലർത്താറുണ്ട്. എനിക്ക് മറ്റ് വർക്ക്ഷോപ്പും ഉണ്ട്, അതിലും ഉണ്ട് ഇതുകൂട്ട് തന്നെ മെക്കാനിക്ക്. ഇനിയും എൻ്റെ ആഗ്രഹം വീണ്ടും സ്ഥാപനങ്ങൾ തുടങ്ങണം, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമുണ്ട്. ജോലി കൊടുക്കുന്നതോടൊപ്പം എനിക്കും വളരണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിങ്ങൾ ഓർക്കും, ഇപ്പം നീ അങ്ങനെ പറഞ്ഞപ്പോണ്ടാ, എനിക്ക് ജോലി കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ വളർച്ചയും അതിലുണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് ഇപ്പം എനിക്ക് പുതിയൊരു യമഹയുടെ ഒരു ഡീലർഷിപ്പും കൂടെ ഉണ്ട്, സബ്. അപ്പോൾ അത്രയും ഉയരങ്ങളിൽ ഞാൻ ഈ 10 വർഷം കൊണ്ടാണ് 2 വീലർ രംഗത്തേക്ക് എത്തിയത്. 10-17 വർഷത്തോളം 4 വീലർ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും എല്ലാം തികഞ്ഞവരല്ല. എല്ലാം തികഞ്ഞ മെക്കാനിക്കുകളൊക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ കമന്റ് മാത്രം ഇട്ടാൽ പോരാ, നിങ്ങൾ രംഗത്ത് വരണം. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വാ. നിങ്ങളുടെയൊക്കെ കമന്റ് ഇട്ടവരൊക്കെ പ്രൊഫൈൽ പിക്ക് ഞാൻ കയറി ചെക്ക് ചെയ്ത്, നിങ്ങളുടെ വർക്ക്ഷോപ്പിലൊക്കെ 1, 2, 3 വണ്ടികൾ, ചിലപ്പോൾ നിങ്ങൾ ഒരാളാ 2 പേരെ കാണത്തുള്ളൂ, പോരാ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിലിപ്പോൾ ജീവിക്കണമെങ്കിൽ അറിയാമല്ലോ, പൊതുവെ നല്ല ചിലവാണ്. അപ്പം ഈ വാഹനം അതുകൂട്ട് തന്നെയായിരുന്നു. വരുന്ന സമയത്ത് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പം നിലവിൽ നല്ല, ഞാനൊന്ന് ഓടിച്ചു കേട്ടാ, വരുമ്പോൾ ഒരു സൗണ്ടും ഇല്ല ഇതിന്. വേറെ ഒന്നും വിചാരിക്കേണ്ട. എനിക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ട് തന്നെ 6 കിലോമീറ്റർ ഓടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെ ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടിയും വരുമ്പോഴും ഇത് ഞാൻ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴും ഏകദേശം 2 കിലോമീറ്റർ കൂടുതൽ ഞാൻ ഓടിക്കുമ്പോഴും ഈ വാഹനത്തിന് സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ ഓടിച്ചിട്ട് വന്നപ്പോൾ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിനുള്ളിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതും ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ, കംപ്ലീറ്റ് ജെന്യൂൻ പാർട്സുകളെ ഉപയോഗിക്കത്തുള്ളൂ. അതുകൂടാതെ ഞാൻ മസ്റ്റായിട്ട് ഇതിൻ്റെ ഓയിൽ പമ്പ് മാറിക്കളയും. സ്പെയർ പാർട്സ് ഉള്ളത് കൊണ്ടൊന്നുമല്ല, എല്ലാ വാഹനത്തിൻ്റെ സ്പെയർ പാർട്സ് നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.